നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി ഇത് തന്നെയായിരിക്കുമെന്ന് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാർ കരുതിയത് തന്നെയാണ്. പല ഘട്ടത്തിലും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദവിവരങ്ങൾ നൽകിയിരുന്നു. നോക്കാം, മജിസ്ട്രേറ്റ് കോടതിക്ക് ഒരു തരത്തിൽ പലതരത്തിലുമുള്ള നീക്കങ്ങളുണ്ട്. അത് മാത്രമല്ല, പലതരത്തിലുമുള്ള തടസ്സങ്ങളുമുണ്ട്, പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ നോക്കാം എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അപ്പോഴും തങ്ങളുടെ കയ്യിലുള്ള എല്ലാ തെളിവുകളും വെച്ച് നിരത്തി ഈ വാദം പൂർത്തിയാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 1.5 മണിക്കൂർ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഒറ്റ വരിയിൽ പറഞ്ഞിരുന്നു ഇന്നത്തേക്ക് വിധി നാളെ പറയാമെന്ന്. കോടതി തുടങ്ങിയ സമയത്ത് തന്നെ, തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി തുടങ്ങിയ സമയത്ത് തന്നെ മജിസ്ട്രേറ്റ് ചേംബറിൽ എത്തിയിരുന്നു. എത്തിയ ഉടനെ മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപാണ് വിധി പറഞ്ഞത്. ഒറ്റ വരിയിൽ പറഞ്ഞു നിർത്തുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല എന്ന് പറഞ്ഞു നിർത്തുകയായിരുന്നു. രാഹുൽ BR എന്ന പ്രതിക്ക് ജാമ്യമില്ല എന്ന് പറഞ്ഞാണ് നിർത്തിയത്. ഏതായാലും ഇത് കരുതിയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിനുശേഷം മേൽക്കോടതിയിലേക്ക്, ജില്ലാ കോടതിയിലേക്ക്, പത്തനംതിട്ട ജില്ലാ കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള നീക്കമാണ് നടത്തുന്നത്. നേരത്തെ ഹൈക്കോടതിയിലേക്കാണ് സമാനമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ പോയിരുന്നത്. അന്ന് രാഹുൽ ഒളിവിലായതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റോ നടപടികളോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ രാഹുൽ ജയിലിനകത്താണ്, പോലീസ് കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാത്തത് രാഹുലിനെ കൂടുതൽ ദിവസം ജയിലിനകത്ത് തുടരാൻ ഇടയാക്കും എന്നുള്ളതാണ്. എന്തായാലും ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ രാജീവാണ്, അഡ്വക്കേറ്റ് രാജീവാണ്. എറണാകുളത്തെ ഏറ്റവും പ്രഗത്ഭരായ വക്കീൽ ഒരാളാണ് അഡ്വക്കേറ്റ് രാജീവ്. അഡ്വക്കേറ്റ് രാജീവിന്റെ പക്കൽ ഒരു കേസ് എത്തുമ്പോൾ അദ്ദേഹം എങ്ങനെയായാലും രാഹുലിന് ജാമ്യം വാങ്ങി നൽകും എന്നാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്ന പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ കമന്റായി ഇട്ടിരിക്കുന്നത്. ഒറ്റ വരിയിൽ ഇന്നത്തെ വിധി വരികയായിരുന്നു. എന്തായാലും പ്ലാൻ B അപ്പോൾ തന്നെ അവരുടെ കയ്യിലുണ്ട്. നേരെ ഹൈക്കോടതി പോകാൻ തന്നെയാണ് രാഹുലിന്റെ തീരുമാനം. മാത്രമല്ല, രാഹുൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിയിലാകുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ പോലീസിന്റെ ഒരു തരത്തിലുമുള്ള ചോദ്യങ്ങൾക്ക് വഴങ്ങുന്നില്ല. സ്വന്തം ഫോണിലെ പാസ്വേഡ് അറിയില്ല എന്നടക്കം പറയുന്നു. മാത്രമല്ല, ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പരാതിക്കാരിക്കെതിരെ സൈബർ അധിക്ഷേപം നടത്താനുള്ള സാധ്യതയുണ്ട്. പലതരത്തിലുള്ള തെളിവുകളുണ്ട്, അത് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തിനേറെ പറയുന്നു, ഒരുപക്ഷെ ഭീഷണി പോലും മുഴക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് മജിസ്ട്രേറ്റ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. മാത്രമല്ല, മജിസ്ട്രേറ്റും ഒരു വനിതയാണ്. അപ്പോൾ ഒരു വനിതയ്ക്കെതിരെ ഏതായാലും തീരുമാനമെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല, പ്രത്യേകിച്ചും ഇത്രയും സെക്ഷൻ 376 അടക്കം, അതായത് ബലാത്സംഗം അടക്കമുള്ള വകുപ്പ് ചുമത്തുന്ന ഈ ഒരു കേസിൽ ഏതായാലും ഇതിനെതിരെ ഒരു വിധി എടുക്കാനുള്ള സാധ്യത, ഒരു നടപടി എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് വ്യക്തമാവുകയാണ്. മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് തന്നെയാണ് ആദ്യഘട്ടത്തിലും ഈ കേസ്, ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിലും ഈ ഒരു കേസ് കൊണ്ടുവന്നത്. അപ്പോഴും പറഞ്ഞിരുന്നു ഇത് 376 അതിൽ ബലാത്സംഗം നിലനിൽക്കുന്നത് ഒരു ബലാത്സംഗം തന്നെയാണ് എന്ന് പറഞ്ഞിരുന്നു. ഈ മജിസ്ട്രേറ്റ് തന്നെയാണ് 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയതും. എന്തായാലും അന്ന് കൂടുതൽ കസ്റ്റഡിയിലായല്ലോ, കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കട്ടെ, അതിനുശേഷം നമുക്ക് ജാമ്യത്തെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞ് 16-ാം തീയതി ഇട്ടതും, അതായത് 16-ാം തീയതിയിലേക്ക് ജാമ്യവുമായി ബന്ധപ്പെട്ട ഹർജി വാദം നടക്കുമെന്ന് പറഞ്ഞതും അവർ തന്നെയായിരുന്നു, മജിസ്ട്രേറ്റ് തന്നെയായിരുന്നു. ഏതായാലും പല നിയമവിദഗ്ധരും പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നത്തെ ദിവസം ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്ന് പല നിയമവിദഗ്ധരും പറഞ്ഞിരുന്നു. മാത്രമല്ല, മജിസ്ട്രേറ്റ് കോടതി വഴി വീഡിയോ കോൺഫറൻസിലൂടെ കാര്യങ്ങൾ പറയാനായി യുവതിക്ക് അവസരം എന്ന് പറഞ്ഞുകൊണ്ട് യുവതിയും വാദം മുന്നോട്ട് വെച്ചിരുന്നു. പ്രോസിക്യൂഷന്റെ വാദം അക്ഷരാർത്ഥത്തിൽ കടുപ്പമേറിയ വാദം തന്നെയാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. എന്നാൽ തങ്ങളുടെ പക്കലുള്ള എല്ലാ തെളിവുകളും, എല്ലാ നീക്കവും, മാത്രമല്ല അറസ്റ്റ് അത് നിലനിൽക്കില്ല, നിയമപരമല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അറസ്റ്റ് അത് നിലനിൽക്കുക തന്നെ ചെയ്യും, നമുക്കത് കണ്ടു തന്നെ അറിയാം, കാര്യങ്ങൾ നമുക്ക് നോക്കി മനസ്സിലാക്കാം എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഏതായാലും ഈ ഘട്ടത്തിൽ അറസ്റ്റ് ഒഴിവാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് മനസ്സിലായത്. അറസ്റ്റായി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അകത്താണ്. മാത്രമല്ല, സുപ്രീം കോടതിയുടെ 2025 സുപ്രീം കോടതിയുടെ വിധിന്യായം ഒന്ന് പരിശോധിക്കണം. അതിൽ 18 വയസ്സിന് ശേഷം നടക്കുന്ന ലൈംഗിക ബന്ധത്തിന് ശേഷം ഇത്തരത്തിൽ വനിതാ പീഡനമാണ് എന്ന് പറഞ്ഞ് പരാതി നൽകുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന രീതിയെക്കുറിച്ച് അതിൽ പരാമർശിക്കുന്നുണ്ട്. അത് ഒരു തരത്തിലും ഇവിടുത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സഹകരിച്ചിരുന്നില്ല, അതുമായി മുന്നോട്ട് പോയിരുന്നില്ല എന്നും പറഞ്ഞിരുന്നു. പൂങ്കുഴലിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കോടതിയിൽ ഇത്തരമൊരു
നീക്കമാണ് ഉണ്ടായത്. അതിനെക്കുറിച്ചൊന്നും തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ഏതായാലും ഇന്ന് രാവിലെ കൂടിയ കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. ആക്ഷൻ ബി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനു മുകളിലുള്ള കോടതിയിലേക്ക് പോകാൻ തന്നെയാണ് നീക്കം. അങ്ങനെ ജാമ്യമില്ല എന്ന് വ്യക്തമാവുകയാണ്. രാഹുലിന് ജാമ്യമില്ല എന്നുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. രാഹുലിന്റെ തിരിച്ചടി, രാഹുലിന് ജാമ്യമില്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല എന്നൊക്കെ പറഞ്ഞുള്ള വലിയ വാർത്തകളൊക്കെ തന്നെ വെണ്ടക്കാക്ഷരത്തിലുള്ള ഹെഡ്ലൈനിങ്ങുമായി വാർത്തകളെല്ലാം വരുന്നുണ്ട്. ജാമ്യാപേക്ഷ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് തള്ളിയിരിക്കുന്നത്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റ് കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നും വ്യക്തമാകുന്ന സാഹചര്യമാണുള്ളത്. ഇത് നേരത്തെയും നമ്മൾ കരുതിയിരുന്നതാണ്. ബലാത്സംഗ കേസിൽ ആണ് എന്ന് പറയുന്നു. ഇതൊരു ബലാത്സംഗം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ തെളിവുകൾ ഉണ്ട്, മേൽക്കോടതികൾ ഉണ്ടല്ലോ, നമുക്ക് അവിടെ കാണാമെന്ന് തന്നെയാണ് ശാസ്തമംഗലം അജിത്തും പറയുന്നത്. ഏതായാലും റേപ്പ് ചെയ്ത ആളുടെ കൂടെ ഫ്ലാറ്റ് വാങ്ങി ജീവിക്കാൻ തയ്യാറാകുമോ എന്നടക്കം രാഹുൽ ഈശ്വർ ചോദ്യങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. രാഹുലിനെ കുറിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളത് നോക്കുമ്പോൾ ജനങ്ങൾ പലരും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമായിരുന്നു. പലരും പല വീഡിയോകളുടെയും താഴെ വന്നത് പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടം തീർച്ചയായും പുറത്തു തന്നെ വരുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ നിരത്തിയ വാദങ്ങൾ, ഒപ്പം അതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസ് വഴി യുവതി മൊഴി നൽകാൻ കോടതിക്ക് മുന്നിൽ വരാം എന്ന് പറയുന്നതും ഒക്കെയാണ് രാഹുലിന് കുരുക്കായി, അവസാന നിമിഷം രാഹുലിന് കുരുക്കായി മാറിയതെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും മറ്റു കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുമെന്ന് വ്യക്തമാവുകയാണ്.